പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 33/2024 ഓവർസിയർ ഓർ ട്രേസർ ഇൻ കേരള വാട്ടർ അതോറിറ്റി. പരീക്ഷ എഴുതാൻ എത്ര പേർ, കോമ്പറ്റീഷൻ ലെവൽ എന്താകും, ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. നമുക്ക് കാറ്റഗറി നമ്പർ 33/2024 ഓവർസിയർ ഗ്രേഡ് 3 ഓർ ട്രേസർ ആണ്, കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ദെൻ ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 1096 നിയമന ശുപാർശ നടന്ന പോസ്റ്റാണ്. ദെൻ ഇപ്രാവശ്യം അപ്ലൈ ചെയ്തവരുടെ എണ്ണമോ 28,413 പേരാണ് അപ്ലൈ ചെയ്തത്. അതിൽ 21,313 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത്. അതായത് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തവര് 21,313 പേര് മാത്രമാണ്. അതായത് 7,100 പേര് കൺഫർമേഷൻ കൊടുത്തില്ല. അവിടെ തന്നെ കുറെ കോമ്പറ്റീഷൻ പോയി അല്ലെ. അപ്പൊ നമുക്ക് ഇത്രയും പേരുണ്ടായിരുന്നതിൽ 7,100 പേരുടെ കോമ്പറ്റീഷൻ ഇവിടെ തന്നെ ഇല്ല അല്ലെ. ദെൻ നമ്മുടെ പരീക്ഷാ തീയതി എന്നാണ്? നിങ്ങൾ അത് മറക്കരുത്, 30/10/2025, അതായത് ഒക്ടോബർ 30-നാണ്. ഇന്ന് തൊട്ട് കൂട്ടി തുടങ്ങിയാൽ നമുക്കിനി നമ്മുടെ മുമ്പിൽ 76 ദിവസമുണ്ട്. ഈ 76 ദിവസം നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടെ, വ്യക്തമായ ഡയറക്ഷനോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. ദെൻ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവല്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസിന്റെ എണ്ണത്തിൽ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാവുന്ന അഡ്വൈസിന്റെ ഒക്കെ ബേസ് ചെയ്ത്, പിന്നെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് കോമ്പറ്റീഷൻ ലെവൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരെല്ലാവരും പരീക്ഷ എഴുതാറുണ്ടോ? നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്, മിക്കവാറും ഉള്ള എക്സാം ഹാളിൽ കുറെ ആൾക്കാരൊന്നും വരാറില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവരിൽ 70% ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതത്തുള്ളൂ എന്നാണ്. 70% കൂടാൻ സാധ്യതയില്ല. അപ്പൊ 70% അതിൽ താഴെ ആൾക്കാരെ പരീക്ഷ എഴുതത്തുള്ളൂ. ദെൻ പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, അതേപോലെ തന്നെ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ്, റൈറ്റ് ഗൈഡൻസ്, ഫൈനൽ റിവിഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പരീക്ഷ ആദ്യ റാങ്ക് നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവര് ഈ 70% ഉണ്ടോ? ഇല്ല. വെറും 30% ആൾക്കാർ മാത്രമായിരിക്കും ഉള്ളത്. ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ചിട്ടാണ് ഈ ശതമാന കണക്ക് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഏകദേശം ഒരു 30% ആൾക്കാർ എന്ത് ചെയ്യും? ഫുൾ സിലബസ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോകും. ദെൻ ഫുൾ സിലബസ് കവർ ചെയ്തു റിവിഷനും ചെയ്തു പോകുന്നവർ അതിന്റെ പകുതി കാണത്തുള്ളൂ. അപ്രോക്സിമേറ്റ് ഒരു 15% ആൾക്കാരെ കാണുള്ളൂ. ദെൻ ഫുൾ സിലബസ് കവർ ചെയ്തു, റിവിഷനും ചെയ്തു, മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യുന്നവർ അതിലും കുറവായിരിക്കും. ഏകദേശം ഒരു 10% ആൾക്കാരെ കാണത്തുള്ളൂ. ദെൻ ഫുൾ സിലബസ് കവർ ചെയ്തു, ഫുൾ റിവിഷൻ ചെയ്തു, ക്വാളിറ്റി മോക്ക് ടെസ്റ്റും ചെയ്തു, റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസും വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉള്ളവര് അതിലും കുറവായിരിക്കും. അവർ ഏകദേശം 5% ആൾക്കാരായിരിക്കും. ആ 5% ആൾക്കാരും നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വരും. അപ്പോഴ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ തന്നെ നമുക്ക് ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ ഈ 5% ആൾക്കാർക്കും ജോലി കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും കൺഫർമേഷൻ കൊടുത്തതിൽ ഏകദേശം ഒരു 3.5% ആൾക്കാർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കൺഫർമേഷൻ കൊടുത്തതിൽ 100-ൽ 3.5 ആൾക്കാർക്ക് ജോലിയാണ്. 3.5 ചിലപ്പോൾ 4 വരെ ആകാം. അപ്പൊ 100 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 3.5 തൊട്ട് 4 വരെ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇനിയുള്ള ദിവസം നിങ്ങൾ പഠിക്കാതിരിക്കരുത്. കാര്യം എന്താ? 100-ൽ 3.5 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ആ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കുക. ഓക്കെ. ദെൻ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും സബ്ജക്റ്റിന്റെ പേരെങ്കിലും നമുക്ക് നോക്കിപ്പോവാം. സിവിലിൽ ആദ്യം പഠിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്, 10 മാർക്ക്. അടുത്ത യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്ക്. ദെൻ ഓട്ടോ കാർഡ് 8 മാർക്ക്, സർവേയിങ് 9 മാർക്ക്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്ക്. ദെൻ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ 10 മാർക്ക്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക്. ദെൻ മെക്കാനിക്കൽ ടോപ്പിക്കിൽ ആദ്യത്തെ മൊഡ്യൂളിലെ ഡെവലപ്മെന്റും ഇന്റർപെനിട്രേഷനും ആണ്. അതിനെ എല്ലാം കൂടെ 3-2 5 മാർക്കാണ് തന്നിരിക്കുന്നത്. മൊഡ്യൂൾ 2
ഫാസ്റ്റനേഴ്സ് ആണ്. ഫാസ്റ്റനേഴ്സ് ഈ വെൽഡും ലോക്കിംഗ് ഡിവൈസും എല്ലാം വരും. അവിടെ 3 2 5, then 3 8 മാർക്കാണ് വരുന്നത്. then അടുത്തത് മൊഡ്യൂൾ 3 പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ്. അവിടെ 2 3 5 മാർക്കാണ് അവിടെ വന്നിരിക്കുന്നത്. then മൊഡ്യൂൾ 4 ബെൽറ്റ് ഗിയർ ആൻഡ് ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും ആണ്. അവിടെ 7 മാർക്ക്. then മൊഡ്യൂൾ 5 ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. ഹൈഡ്രോളിക്സിന് 3 മാർക്ക്, ന്യൂമാറ്റിക്സിന് 2 മാർക്ക്, അങ്ങനെ മൊത്തം 5 മാർക്കാണ് അവിടെ വരുന്നത്. then മൊഡ്യൂൾ 6 ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ്, അവിടെ 4 മാർക്കാണ് ഉള്ളത്. then മൊഡ്യൂൾ 7 ബെയറിംഗ്സ് 4 മാർക്കാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മെക്കാനിക്കൽ പോർഷൻ ഏകദേശം ഒരു 38 മാർക്കിനും സിവിൽ പോർഷൻ ഏകദേശം ഒരു 62 മാർക്കിനുമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ തന്നെ കുറച്ച് കോമൺ ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ സിവിൽ പോർഷൻ ആണ് കൂടുതൽ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു, 100ൽ 3.5 പേർക്ക് ജോലി കിട്ടുന്ന പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും. ആ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ഇനി പഠിച്ചാലും ജോലി കിട്ടും. കാര്യം ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്ന പോലെ എന്തൊക്കെ ചെയ്യണം? ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, ക്വാളിറ്റി മോക്ക് ടെസ്റ്റ്, റൈറ്റ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി പഠിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് എത്താൻ പറ്റും. ദെൻ ഈ ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ക്രാഷ് പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ സിലബസിലെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും, ഫുൾ നോട്ട്സ് കൊടുക്കും, ടോപ്പിക് വൈസ് പരീക്ഷകളും, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ട്. അപ്പൊ ക്ലാസ്സുകൾ എടുക്കുന്ന ആരാണ്? കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള അധ്യാപകർ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ടെക് PSCക്ക് വലിയ വിജയം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതേ അധ്യാപകർ തന്നെയാണ് ഇപ്രാവശ്യവും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മള് കോഴ്സ് ഇപ്പോഴും ഓപ്പൺ ആണ്. ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്നും നാളെയും നമുക്ക് സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് ഓഫർ ഉണ്ട്. 20% ഡിസ്കൗണ്ടും കൂടെ അതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചായാലും നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉള്ളവര് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പഠിച്ചിട്ട് ജോലി കിട്ടുമോ എന്നൊക്കെ പേടിച്ചിരിക്കുക. നിങ്ങൾക്കൊരു സഹായം വേണം, ഒരു സെന്ററിന്റെ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് ഉണ്ടാക്കിയ അതേ ടീം തന്നെയാണ് ടെക് PSC. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പം ടെക് PSCയുടെ കോഴ്സ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഫ്രീഡം 2025 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ 20% ഓഫറും കിട്ടും. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.